മഴതോരു മുൻപേ സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വലിയൊരു വീടാണ് റിട്ടയർഡ് കാനിൽ ജോസഫിന്റേത്. അച്ചടക്കവും നിശബ്ദവും തളം കെട്ടിന്നിരുന്ന ആ വലിയ വീടിന്റെ കോണിപ്പടങ്ങളിങ്ങ് പതുക്കെ ഇറങ്ങി വരികയാണ് അലീന. അവളുടെ കൂടെ അപ്പച്ചനുമുണ്ട്. അപ്പച്ചന്റെ കയ്യിൽ അലീന ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ട്. ഓരോ പിടിയും വളരെ സൂക്ഷിച്ച് അപ്പച്ചനൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലാണ് അവൾ താഴേക്ക് കൊണ്ടുവരുന്നത്. വലിയ ഡൈനിങ് ഹാളിന്റെ തീന്മേശയിൽ എല്ലാവർക്കും ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. അവിടെ ഒരു മൂലക്ക് പൗലോസ് നിൽക്കുന്നുണ്ട്. പൗലോസിന്റെ മുഖത്ത് നല്ല ദേഷ്യവും അനിഷ്ടവും കാണാം. കാരണം ഇത്രയും കാലം ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന എല്ലാവർക്കും മേൽ അധികാരം കാണിച്ചിരുന്നെല്ലാം പൗലോസാണ്. അയാളുടെ അധികാരങ്ങളാണ് ഓരോന്നോരോന്നായിട്ട് അലീന ഇപ്പോൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന തോന്നൽ അയാൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ശത്രുതയോടെയാണ് അയാൾ അലീനയെ നോക്കി നിൽക്കുന്നത്. പക്ഷേ അലീന ഇതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നേയില്ല. അവൾക്ക് അപ്പച്ചനും താഴെ കൊണ്ടുവന്നിരുത്തി ഭക്ഷണം കൊടുക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അലീന അപ്പച്ചനെ കസയിൽ നിരുത്തിയിട്ട് സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പി കൊടുക്കാൻ തുടങ്ങി. ആ സമയത്താണ് പുറത്തുനിന്ന് സ്റ്റാൻലി അങ്ങോട്ടേക്ക് വരുന്നത്. സ്റ്റാൻലിയുടെ മുഖത്ത് എപ്പോഴും കാണുന്ന ഒരു ഗൗരവം ഇപ്പോഴുമുണ്ട്. ഒരു തുള്ളി ചിരിയോ സ്നേഹമോ ഇല്ലാത്ത വളരെ നിസ്സംഗമായൊരു നോട്ടം. സ്റ്റാൻലി വന്നപ്പോൾ പൗലോസ് ഓടിച്ചെന്ന് ഇരിക്കാനുള്ള കസേര വലിച്ചിട്ട് കൊടുത്തു. അയാൾ വലിയ ഗൗരവത്തിൽ തന്നെ അതിൽ വന്നിരുന്നു. അലീന അപ്പച്ചന് ഭക്ഷണം വിളമ്പുന്നത് സ്റ്റാൻലി കുറച്ചു നേരം നോക്കിയിരുന്നു. എന്നിട്ട് ചോദിച്ചു, നീ കഴിക്കുന്നില്ലേ എന്ന്. ആ കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അലീന അവൾക്കുള്ള ചോറും കറികളൊക്കെ എടുത്തു വെച്ചു. സ്റ്റാൻലി അയാൾക്ക് കഴിക്കാനുള്ള പൊറോട്ടയും അപ്പവും അങ്ങനെ എന്തൊക്കെയോ എടുത്തിങ്ങനെ ഭക്ഷണം എടുക്കുകയാണ്. അങ്ങനെ പതുക്കെ ഇങ്ങനെ മുറിക്കാൻ തുടങ്ങി. അലീന തന്റെ പ്ലേറ്റിലിരുന്ന ആ ഒരു ചോറും കറിയിലേക്ക് നോക്കി. ചോറ് എങ്ങനെ സ്പൂൺ വെച്ച് കഴിക്കാം? അവൾ കൈകൊണ്ട് വാരി കഴിക്കാൻ തീരുമാനിച്ചു. കൈ പ്ലേറ്റിലേക്ക് കൊണ്ടുപോയപ്പോൾ സ്റ്റാൻലി അവളെ തന്നെ നോക്കിയിരിക്കുന്നത് അവൾ കണ്ടു. ഒരു നിമിഷം അവൾക്കൊന്ന് മടിയായി. സ്റ്റാൻലിയുടെ നോട്ടം കണ്ടിട്ട് അവൾ പതുക്കെ അവിടെ ഒരു സ്പൂൺ എടുത്തു. സ്പൂൺ കൊണ്ട് ചോറ് കോരി കൊടുക്കുമ്പോൾ ഒരു ശ്രമം നടത്തി. പക്ഷേ അവൾക്ക് തീരെ തൃപ്തി വരുന്നില്ലായിരുന്നു. ചോറും കറിയും സ്പൂണൊക്കെ കൊണ്ട് വാരി കഴിച്ചു കഴിഞ്ഞാൽ എന്താ ഒരു സ്വാദ്. മനസ്സമാധാനത്തോടെ ഒരു ഉരുള ചോറ് കഴിക്കണമെങ്കിൽ അത് കൈ കൊണ്ട് തന്നെ വാരി കഴിക്കണം. അലീന രണ്ടും കൽപ്പിച്ച് ആ സ്പൂൺ അങ്ങ് മാറ്റിവെച്ചു. എന്നിട്ട് പതുക്കെ കൈകൊണ്ട് ചോറും കറിയും ഇളക്കി വാരി കഴിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് സ്റ്റാൻലിയുടെ ശബ്ദമുയർന്നത്. അലീന! ആ വലിയ ഡൈനിങ് ടേബിൾ അയാളുടെ ശബ്ദം അങ്ങ് മുഴങ്ങിക്കേട്ടു. ദേഷ്യം കൊണ്ട് അയാളുടെ മുഖം ചുവന്നിരുന്നു. ഞാൻ നിന്നോട് പല തവണയായി പറയുന്നതാ ടേബിൾ മാനേഴ്സ് കീപ്പ് ചെയ്യണമെന്ന്. എനിക്കതിൽ വലിയ നിർബന്ധമുണ്ട്. അതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഞാൻ തയ്യാറല്ല. ഇങ്ങനെ വൃത്തികേട് കാട്ടിയിട്ട് നീ കഴിക്കാനല്ല ഈ സ്പൂണും ഫോർക്കൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ അപ്പച്ചനെ ഇടപെട്ടു. അവൾ അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ കഴിക്കട്ടെ. എന്തിനാ വെറുതെ ഇതിനൊക്കെ നിർബന്ധം പിടിക്കുന്നത്? അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവൾ കഴിക്കട്ടെ. സ്റ്റാൻലി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എൻ്റെ വീട്ടിൽ ഞാൻ പാലിച്ചു പോകുന്ന കുറച്ച് രീതികളുണ്ട്. അത് ഇവിടെയുള്ള എല്ലാവരും അനുസരിച്ചേ പറ്റൂ. ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും അതങ്ങ് മാറ്റാനൊന്നും പറ്റില്ല. അതിന് അപ്പച്ചനായാലും ശരി. അപ്പച്ചന് നിങ്ങൾ ദേഷ്യം വരണേ. നീ എന്നെ വെല്ലുവിളിക്കാൻ തുടങ്ങിയോടാ. മര്യാദയ്ക്ക് ഇരുന്നോണം. വെല്ലുവിളിക്കുന്നൊന്നുമല്ല. ടേബിൾ മാനേഴ്സ് ഇവിടെ കീപ്പ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അതെൻ്റെ ആവശ്യമാണ്. എനിക്കത് മസ്റ്റാണ്. സ്റ്റാൻലി തീർത്തുമങ്ങ് പറഞ്ഞു. അലീന ഒന്നും മനസ്സിലാവാതെ സ്റ്റാൻലിയെ തന്നെ നോക്കി നിന്നു. എനിക്കിങ്ങനെ സ്പൂൺ വെച്ച് കഴിച്ച് ശീലമില്ല പാപ്പാ. ഞാൻ ശ്രമിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ ചോറും കറിയൊക്കെ എങ്ങനെയാ ഇതൊക്കെ വെച്ച് കഴിക്കുക? സ്റ്റാൻലി കൈയുയർത്തി അവളെ തടഞ്ഞു. വേണ്ട, എന്നോട് ഒരു ആർഗ്യുമെൻറ്റും നീ വരണ്ട. ഇവിടെ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് പാലിച്ചേ പറ്റൂ. അതിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. സ്റ്റാൻലിയുടെ ഈ ഒരു ഷാട്ട് കണ്ടപ്പോൾ അലീനക്ക് പഴയൊരു കഥ ഓർമ്മ വന്നു. സ്റ്റാൻലി ഒന്ന് ചൊടിപ്പിക്കാൻ കൂടി ഉദ്ദേശിച്ചാണ് അവൾ ആ കഥ പറയാൻ തുടങ്ങിയത്. കാരണം അയാളുടെ ഈ അനാവശ്യ ചിട്ടകൾ അവൾക്കൊട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഞാൻ പണ്ട് ഓർഫനേജിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഉച്ചക്ക് ചോറുണ്ണാൻ വലിയ കറികളൊന്നും കാണില്ല. വല്ലപ്പോഴും ഒരു തോരനോ അച്ചാറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. വലിയപ്പച്ചൻ കേൾക്കുന്നുണ്ടോ? അവൾ സ്റ്റാൻലിയെ നോക്കിക്കൊണ്ട് അപ്പച്ചനോട് ചോദിച്ചു. സ്റ്റാൻലി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇരിക്കുമായിരുന്നു. ഉണ്ടല്ലോ മോളെ, ഞാൻ കേട്ടുകൊണ്ടിരിക്കുവാണ്, നീ പറ. അപ്പച്ചൻ പറഞ്ഞു. സ്കൂളിൽ എൻ്റെ കൂടെ പഠിക്കുന്ന വേറെ കുട്ടികളുണ്ടല്ലോ, അവർ കൊണ്ടുവരുന്ന ചോറും കറികളൊക്കെ പിന്നെ ഞാൻ കൊണ്ടുപോകുന്ന ഭക്ഷണമൊക്കെ ഞങ്ങൾ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യും. എല്ലാവരും കൂടി ഒരുമിച്ച് എല്ലാ ചോറും കറിയും കൂടെ അങ്ങ് കഴിച്ചുകൊണ്ടാണ് എല്ലാവരും കൂടി മിക്സ് ചെയ്തിട്ടാണ് കഴിക്കാറുള്ളത്. എൻ്റെ വലിയപ്പച്ച അങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ എന്താ ഒരു ടേസ്റ്റാണെന്ന് അറിയാമോ? അത് കഴിച്ചു കഴിഞ്ഞാലും എല്ലാതും ഈ കയ്യിലൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുന്ന ബാക്കിയുള്ളതെല്ലാം തന്നെ ഞങ്ങൾ നക്കി തെളിച്ച് കഴിയുമ്പോഴാണ് ഈ കൈകൊണ്ട് ഇങ്ങനെ വാരി തിന്നതിൻ്റെ യഥാർത്ഥ രുചി ശരിക്കും അങ്ങ് കിട്ടുന്നത്. അലീനയുടെ ആ വാക്ക് കേട്ടപ്പോൾ അപ്പച്ചൻ്റെ കണ്ണൊന്ന് നിറഞ്ഞു. പഴയ കാലത്തെ ഓർമ്മകൾ അയാളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അപ്പച്ചൻ അപ്പോൾ പറഞ്ഞത് ശരിയാ. നിനക്ക് ഓർമ്മയുണ്ടല്ലോ ലാലിച്ച? അപ്പച്ചൻ സ്റ്റാൻലിയെ നോക്കി ചോദിച്ചു. നിന്റെ അമ്മ മീൻകറി ചട്ടിയിലേക്ക് ഇട്ടിട്ട് ആ മീൻകറി ഇങ്ങനെ തീരാറാകുമ്പോഴേക്കും പഴയ കഞ്ഞിയൊക്കെ ഒഴിച്ച് തരുന്ന ആ ഒരു പരിപാടിയുണ്ട്. അതിൻ്റെയൊക്കെ രുചി, അതും ചിന്നമ്മയുടെ കൈകൊണ്ട് നിനക്ക് എത്ര തവണ വാരി തന്നിരിക്കുന്നു. അപ്പച്ചൻ്റെ ആ വാക്ക് കേട്ടപ്പോൾ സ്റ്റാൻലിയുടെ ഉള്ളിലും എന്തൊക്കെയോ വികാരങ്ങൾ അങ്ങനെ അലയടിച്ചു.
ഒരു നിമിഷം അയാളുടെ മുഖത്ത് നൊസ്റ്റാൾജിയയുടെ ഭാവം മിന്നി മറഞ്ഞു. സ്വന്തം അമ്മയുടെ കൈകൊണ്ട് ചോറുള്ള വാരി തിന്ന ആ ഒരു പഴയ കാലം അയാൾക്കും ഓർമ്മ വന്നു. പക്ഷേ ഒരു റിട്ടയർഡ് കേണലിന്റെ ഈഗോ അതൊന്നും തന്നെ പുറത്തു കാണിക്കാൻ അയാളെ സമ്മതിച്ചില്ല. അയാളെ ഒന്നും മിണ്ടാതെ അതൊന്നും തന്നെ ബാധിക്കില്ല എന്ന മട്ടിൽ തന്നെ വീണ്ടും അങ്ങ് കഴിക്കാൻ തുടങ്ങി. തന്റെ വാക്കുകൾ സ്റ്റാൻലിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയില്ല എന്ന് കണ്ടപ്പോൾ അലീനയ്ക്ക് ചെറിയൊരു സങ്കടം തോന്നി. എങ്കിലും അവൾ കൈകൊണ്ട് തന്നെ ചോറ് വാരി കഴിച്ചു. അവൾ വാശിക്ക് കൈ കൊണ്ട് വാരി കഴിക്കുന്നത് കണ്ടപ്പോൾ സ്റ്റാൻലിക്ക് വീണ്ടും അങ്ങ് ദേഷ്യം വരികയാണ്. അലീന, നിനക്ക് ഞാൻ പലതവണ വാണിംഗ് തന്നു. നീ ഇതിനു മുൻപ് പലയിടത്തും പല രീതിയിലും ജീവിച്ചിട്ടുണ്ട്. പക്ഷേ അതുപോലെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല, മനസ്സിലായോ? അയാൾ ചോദിച്ചു. യുവർ പാസ്റ്റ് ലൈഫ് അത് കഴിഞ്ഞു. ഇനി നീ ജീവിക്കുന്നത് റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിന്റെ മകളായിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ രീതികളും എന്തായാലും നീ പാലിച്ചേ പറ്റൂ. ടേബിൾ മാനേഴ്സ് തോന്നിവാസം കാണിക്കാനുള്ള സ്ഥലമല്ല എൻ്റെ വീട്, എസ്പെഷ്യലി ഡൈനിങ് ടേബിൾ. ആ റെസ്പെക്റ്റും ഡിസിപ്ലിനൊക്കെ എനിക്കിവിടെ മസ്റ്റ് ആയിട്ട് വേണം. അപ്പോഴെല്ലാം അപ്പച്ചൻ ലാലിച്ച എന്ന് വിളിച്ച് നമുക്കങ്ങനെ പിന്നെ സംസാരിക്കാം. എന്തായാലും അലീന ചോറ് വാരി തിന്നത് സ്റ്റാൻലി ജോസഫിന് ഒട്ടും തന്നെ ഇഷ്ടമല്ല. അയാൾ പാതി വഴിയിൽ ഭക്ഷണം നിർത്തി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. അപ്പച്ചനും അലീനയും ഒന്നും മനസ്സിലാവാതെ ആ ഒരു പോക്ക് നോക്കി നിൽക്കുവാണ്. പിന്നീട് അങ്ങനെ അന്ന് രാത്രി എല്ലാവരും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അലീന തന്റെ മുറിയിൽ വന്ന് കിടക്കാനായി ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ വിരിച്ച് ശരിയാക്കുകയാണ്. പെട്ടെന്നാണ് വാതിലൊരു മുട്ട് കേട്ടത്. അവൾ പതുക്കെ പോയി വാതിൽ തുറന്നു. പുറത്ത് സ്റ്റാൻലി ജോസഫ് നിൽക്കുന്നു. അയാളുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. കിടന്നായിരുന്നോ? അയാൾ ചോദിച്ചു. ഇല്ല പപ്പ, കിടക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കുമായിരുന്നു, അവൾ മറുപടി നൽകി. ഓ സോറി, ഞാൻ ശല്യപ്പെടുത്തിയോ എന്ന് ചോദിച്ച് അയാൾ പോവാൻ തുടങ്ങുമ്പോഴേക്കും ഏയ് ഇല്ല പാപ്പ, എന്താ കാര്യം, അകത്തേക്ക് വായോ. അവൾ അയാളെ അകത്തേക്ക് വിളിച്ചു. സ്റ്റാൻലി പതുക്കെ റൂമിലേക്ക് കയറി. എന്നിട്ട് വളരെ ഗൗരവത്തിൽ തന്നെ സംസാരിക്കാൻ തുടങ്ങി. അലീന, ഇവിടെ ഞാൻ ചില ഡിസിപ്ലിനും അതുപോലെ തന്നെ ജീവിക്കുന്നതിനുള്ള കുറച്ച് രീതികളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്യുന്നത് എനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമില്ല. അത് എവിടെയാണെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പച്ചന് പോലും അതറിയാം. അലീന ഒന്നും മിണ്ടാതെ അയാളെ തന്നെ നോക്കിയിരുന്നു. എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. ഓരോ വീട്ടിലും ഓരോ ചിട്ടകളും പ്രവർത്തന രീതികളും എല്ലാം ഉണ്ടാവും. അതെന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു ഡിസിപ്ലിൻ ലൈഫ് സ്റ്റൈലുമാണ്. അതൊരു നല്ല പൗരനെ മോൾഡ് ചെയ്ത് എടുക്കുന്നതാണ്. ഇത്രയും കേട്ടപ്പോൾ അലീനയ്ക്ക് ചിരിയാ വന്നത്. അവൾ ചോദിച്ചു. അല്ല പപ്പ, എന്താ ഇവിടെ ഡിസിപ്ലിൻ അല്ലാത്ത കാര്യം നടന്നത്? പപ്പ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ എന്താണ് ശരിക്കും ഡിസിപ്ലിനായിട്ട് നടക്കുന്ന കാര്യം? അതൊന്ന് എന്നോട് പറഞ്ഞേ. ഈ ഊൺമേശയിൽ കാണിക്കുന്ന നാടകം മാത്രം മതിയോ ഡിസിപ്ലിൻ ആവാനേ? ഈ വീട്ടിൽ അടുക്കളയിൽ എന്തെങ്കിലും ഒരു ഡിസിപ്ലിൻ ഉണ്ടോ? ഈ വീടിനകത്ത് ഡിസിപ്ലിൻ ഉണ്ടോ? പോട്ടെ, കുറഞ്ഞ പക്ഷം പപ്പയ്ക്ക് എന്തെങ്കിലും സ്വന്തം ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടോ? അലീനയുടെ ചോദ്യം കേട്ട് സ്റ്റാനി ശരിക്കും അങ്ങ് ഞെട്ടി. ഒരു നിമിഷം അയാൾക്കൊന്നും തന്നെ പറയാൻ കഴിഞ്ഞില്ല. പിന്നെ സ്വയം ന്യായീകരിച്ചു കൊണ്ട് തന്നെ അയാൾ പറഞ്ഞു. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാത്തിനും എൻ്റേതായിട്ടുള്ള സമയക്രമവുമുണ്ട്. ഇവിടെയുള്ള ജോലിക്കാർ വരെ ഞാൻ പറയുന്നതനുസരിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്ന സമയക്രമം പാലിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അലീനക്കത് കേട്ടപ്പോൾ പുച്ഛ തോന്നിയത്. അവൾ പറഞ്ഞു. അതിൻ്റെ പേര് അച്ചടക്കം എന്നല്ല പപ്പ, വിധേയത്വം എന്നാണ്. അവരെയൊക്കെ പപ്പയുടെ ജോലിക്കാരായതുകൊണ്ടും പപ്പ പറയുന്നതൊക്കെ ചെയ്യുന്നത് അവർക്ക് ജോലി ശമ്പളം കൊടുക്കുന്നത് കൊണ്ടും അവർ ജോലി ചെയ്ത് വിധേയരായിട്ട് നിൽക്കുന്നതുമെന്ന് മാത്രം. സ്റ്റാൻലിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. നീ വെറുതെ എന്നെ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യാൻ നോക്കണ്ട അലീന. കൺഫ്യൂസ് ചെയ്യുന്നതൊന്നുമല്ല പപ്പ. ഡിസിപ്ലിൻ എന്ന് പറയുന്ന പപ്പയുടെ കാര്യം തന്നെ ഒന്ന് നോക്കിക്കേ. പപ്പ എപ്പോൾ നോക്കിയാലും ഒരു കയ്യിൽ ഇങ്ങനെ സിഗരറ്റും കാണും, മറ്റേ കയ്യിൽ മദ്യവും കാണും. ഇതാണോ പപ്പ ഇത്രയും കാലം വലിച്ചു വരുന്ന ആ ഒരു ഡിസിപ്ലിൻ? സ്റ്റാൻലി ഒന്ന് പരിങ്ങി. അതിന് ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലല്ലോ. പിന്നെന്താ, ഞാൻ മദ്യപിച്ച് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കുന്നുണ്ടോ? പിന്നെ ഫുൾ ടൈം കള്ളും കുടിച്ച് സിഗരറ്റ് വലിച്ചിരിക്കുന്നത് ഭയങ്കര നല്ല കാര്യമാണല്ലോ അല്ലേ? അലീനെ കളിയാക്കി. അലീന, നിന്നോട് ഞാൻ ഡിസിപ്ലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നീ ഇങ്ങനെ മറ്റവർക്ക് ഡൈവേർട്ട് ചെയ്യാൻ നോക്കരുത്. സ്റ്റാൻലി ശബ്ദം ഘടിപ്പിച്ചു. ഇതൊന്നും ശരിക്കും ഡിസിപ്ലിൻ ഒന്നുമല്ല പാപ്പ. കുറെ ദുശീലങ്ങളിൽ ഒരാൾ പാലിച്ചു വരുന്ന ഒരു ജീവിതം മാത്രം. ഡിസിപ്ലിൻ എന്താണെന്ന് അറിയണമെങ്കിൽ പപ്പ ഗംഗാധരൻ അങ്കിളെ കണ്ടൊന്ന് കാണണം. ഈ പ്രായത്തിലും എപ്പോഴും എന്ത് ഒതന്റിക്കായിട്ടാണ് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് നടക്കുന്നത് എന്ന് എന്ത് രസമായിട്ടാണെന്ന് കാണാൻ തന്നെ ഗംഗാധര മേനോനെ പപ്പക്ക് അറിയത്തില്ലേ? അറിയാം. സ്റ്റാൻലി ഒന്ന് മൂളി. അതാണ് യഥാർത്ഥത്തിൽ ഡിസിപ്ലിൻ ആയിട്ടുള്ളൊരു പട്ടാളക്കാരൻ, അലീന തീർത്തും പറഞ്ഞു. സ്റ്റാൻലിക്ക് വേറെ മറുപടിയൊന്നും പറയാനുണ്ടായിരുന്നില്ല. എന്തായാലും എനിക്ക് നീ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് അയാൾ തടിയൂരാൻ നോക്കി. അലീനയുടെ സ്വരം അല്പമൊന്ന് മയപ്പെട്ടു. പപ്പയെ ധിക്കരിക്കാൻ വേണ്ടി പറയുന്നതല്ല ഞാൻ വർഷങ്ങളായിട്ട് ശീലിച്ചു വന്നിരുന്ന കാര്യങ്ങളൊക്കെ അത് ഒറ്റയടിക്ക് എനിക്കങ്ങ് മാറ്റാൻ ഇച്ചിരി പാടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ പപ്പ പറയുന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടല്ല. ഇപ്പോൾ ഞാൻ ഒറ്റയടിക്ക് പപ്പയോട് കള്ള് കുടിക്കരുത്, സിഗരറ്റ് വലിക്കരുതെന്ന് പറഞ്ഞാൽ അത് നടക്കുമോ? സ്റ്റാൻലി ഇല്ല എന്ന് തലയാട്ടി. ആ ചോദ്യത്തിനു മുന്നിൽ അയാളുടെ എല്ലാ ഈഗോയും അങ്ങ് തകർന്നു വീണു. പപ്പയെ ഞാൻ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ സോറി, അലീന പറഞ്ഞു. ശരി, എന്നാ കിടന്നോ എന്ന് പറഞ്ഞ് സ്റ്റാൻലി തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. പപ്പ, അലീന വിളിച്ചു. സ്റ്റാൻലി ഒന്ന് നിന്നു. ഒരു കാര്യം ശരിയല്ല എന്ന് കണ്ട അത് തിരുത്തേണ്ട പപ്പ.
അവൾ ചോദിച്ചു. ഇവിടെ എവിടെയാണ് ശരികേട്? എല്ലാം കറക്റ്റായിട്ടാണല്ലോ പോകുന്നത്. അയാൾ പെട്ടെന്ന് തന്നെ തിരിച്ചു ചോദിക്കാണ്. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ശരി, ഗുഡ് നൈറ്റ്, അലീന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സ്റ്റാൻലി 2 സ്റ്റെപ്പ് മുന്നോട്ട് നടന്നു. എന്നിട്ട് തിരിഞ്ഞു നിന്ന് അലീനയെ നോക്കിയിട്ട് വളരെ വാത്സല്യത്തോടെ അയാളൊന്ന് പുഞ്ചിരിച്ചു. അയാളുടെ ആ ഒരു സ്നേഹം പുറത്തു വരുന്ന അപൂർവ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു അത്. എന്താ പപ്പ? അലീന ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ഗുഡ് നൈറ്റ്. അയാൾ വീണ്ടും തിരിഞ്ഞു നടന്നുപോയി. അയാളുടെ ചുണ്ടിലെ ആ ഒരു ചെറിയ ചിരി അലീനക്ക് ഒരുപാടധികം സന്തോഷം നൽകി. പിറ്റേ ദിവസം രാവിലെ തന്നെ വൈജയന്തിയുടെ വീടാ കാണിക്കുന്നത്. രാവിലെ തന്നെ കൃഷ്ണമോള് മുറ്റം അടിച്ചുവാരി വൃത്തിയാക്കാണ്. ഒരുക്കമണിയിട്ട് പുറത്തേക്ക് വന്ന വൈജയന്തി കാണുന്നത് മുറ്റം തൂക്കുന്ന കൃഷ്ണമോളെയാണ്. സ്വന്തം മകൾ ജോലിക്കാരിയെ പോലെ മുറ്റം തൂക്കുന്നത് വൈജയന്തിക്ക് തീരെ പിടിച്ചില്ല. വൈജയന്തിയുടെ മുഖത്ത് അനിഷ്ടം കണ്ടപ്പോൾ തന്നെ കൃഷ്ണമോൾക്ക് കാര്യം മനസ്സിലായി. പക്ഷേ അവൾ അതൊന്നും തന്നെ മൈൻഡ് ചെയ്യാതെ താൻ ചെയ്യുന്ന ജോലി തുടർന്നു. പുതുതായി വന്ന ജോലിക്കാരി സുനിത എവിടെയെന്ന് നോക്കി വൈജയന്തി അലീന കിടക്കുന്ന ആ ഒരു മുറിയുടെ അടുത്തേക്ക് പോയി. ആ മുറി തുറന്നിട്ട് പോലുമില്ല. സുനിത ഇതുവരെ ഉറക്കമെഴുന്നേറ്റില്ല എന്നതാണ് സത്യം. സമയം രാവിലെ 6:30 കഴിഞ്ഞിരിക്കുന്നു. വൈജയന്തിക്ക് ദേഷ്യമങ്ങ് ഇരിച്ചു കയറി. അവർ പോയി വാതിൽ ശക്തമായിട്ട് മുട്ടി. കുറേ നേരം മുട്ടിയതിനു ശേഷമാണ് സുനിത ഉറക്കച്ചടവോടുകൂടെ അവിടെ നിന്നും എഴുന്നേറ്റത്. അതിനുശേഷം വാതിൽ തുറന്നു. നീ ഇപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? വൈജയന്തി ദേഷ്യത്തോട് ചോദിച്ചു. ഇപ്പം എന്താ സമയം? സുനിത കണ്ണു തിരുമ്മിക്കൊണ്ട് ചോദിക്കാണ്. 6:30. ഓ, ഞാൻ സാധാരണ 6:45 അല്ലെങ്കിൽ 7 മണിക്കൊക്കെയാണ് എഴുന്നേൽക്കാറുള്ളത്. വൈജയന്തി കണ്ണും തള്ളി. ഇവിടെ ഒന്നും അത് പറ്റില്ല. ഇവിടെ 5:30 എഴുന്നേൽക്കണം. സുനിത മുഖം കൂട്ടി. അയ്യോ, അതെനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാ. 6:15 വേണമെങ്കിൽ ഞാൻ നോക്കാം. സുനിത കിടന്നിടത്തുനിന്ന് കട്ടിൽ നിന്ന് നോക്കിയിട്ട് വൈജയന്തി ചോദിച്ചു. നീ ഈ കട്ടിലാണോ കിടക്കുന്നത്? അതെ, പായം തലയണൊക്കെ ഞാൻ ഇന്നലെ നിനക്ക് കാണിച്ചു തന്നല്ലേ. അയ്യോ, എനിക്ക് നിലത്ത് കിടന്നിട്ടൊന്നും പറ്റത്തില്ല കൊച്ചമ്മേ. എനിക്ക് ഭയങ്കര നടുവേദനയാ. സുനിത പരാതി പറഞ്ഞു. വേഗം വന്ന് ജോലി ചെയ്യാൻ നോക്ക്. വൈജയന്തി അലറി. ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞ സുനിത വേഗം തന്നെ അങ്ങോട്ടേക്കങ്ങ് വാതിൽ കൊട്ടിയടിച്ച് കുറ്റിയിട്ടു. ഓ, പെണ്ണും പിള്ള എന്ന് പറഞ്ഞ് ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നു. പിറുപിറുത്തുകൊണ്ട് അവൾ വീണ്ടും അങ്ങ് പോയി. വൈജയന്തി തിരിഞ്ഞു നടന്നപ്പോൾ കൃഷ്ണമോള് ചായയുമായി നിൽക്കുന്നു. അമ്മക്ക് ചായ കിട്ടിയില്ലായിരുന്നല്ലോ. ഇതാ ചായ എന്ന് പറഞ്ഞ് കൃഷ്ണമോള് ചായ നീട്ടി. വൈജയന്തി ആ ചായ വാങ്ങിയൊന്ന് കുടിച്ചു. നല്ല അസൽ ചായ. ഇതാരാ ഉണ്ടാക്കിയത്? അവൾ ചോദിച്ചു. അങ്ങനെയൊന്നുമില്ലാമേ. ഞാൻ ഉണ്ടാക്കിയാലും ബബിതേച്ചി ഉണ്ടാക്കിയാലും രോഹിതേട്ടൻ ഉണ്ടാക്കിയാലും ചായ ഇതുപോലെ തന്നെയായിരിക്കും. ഇത് അലീന ചേച്ചിയുടെ റെസിപ്പിയാ. കൃഷ്ണമോള് വളരെ അഭിമാനത്തോടെ പറഞ്ഞു. അലീനയുടെ പേര് കേട്ടപ്പോൾ വൈജയന്തിയുടെ മുഖമങ്ങ് മാറി. ഇനിയെങ്കിലും ആ പേരൊന്നും മിണ്ടാതിരിക്കോ നീ? മിണ്ടാതിരുന്നാലും ആ പേര് ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടല്ലോ. കൃഷ്ണമോള് ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ പറഞ്ഞു. അമ്മ വാ, ഞാനൊരു സാധനം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൃഷ്ണമോള് വൈജയന്തി കൂട്ടി അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അടുക്കളയിലാണെങ്കിൽ നല്ല തിരക്കിലായിരുന്നു. ബബിതയും രോഹിത്തും കൂടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ബബിത ചൂടുള്ള ദോശ ഇങ്ങനെ ചുട്ടെടുക്കുന്നു. രോഹിത് ആണെങ്കിൽ കറിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടി ആ ഒരു അന്തരീക്ഷം. വൈജയന്തി വന്ന് ഈ കാഴ്ചകളെല്ലാം കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് ബബിത ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇതെന്താ അമ്മേ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഇങ്ങോട്ടേക്ക് കയറി വാ, ഞങ്ങളുടെ ദേഹമൊക്കെ ഒന്ന് കാണ്. വൈജയന്തിക്ക് അതൊന്നും സഹിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ മക്കളിങ്ങനെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് അവർക്ക് ഇഷ്ടമില്ലായിരുന്നു. നിന്നോട് ആര് പറഞ്ഞു ഇതൊക്കെ ചെയ്യാൻ? ഇതൊക്കെ ആരെങ്കിലും പറയണോ? നോക്കിക്കണ്ടങ്ങ് ചെയ്താൽ പോരെ? വൈജയന്തി ചോദിച്ചു. എടി, ഞാൻ ഈ അടുക്കളയിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുമ്പോൾ ഒരു കൈസഹായം എന്ന് പറഞ്ഞാൽ ആരുമില്ലായിരുന്നല്ലോ അന്ന്. വൈജയന്തി പഴയ സങ്കടം പറഞ്ഞു. അന്ന് ഇവിടെ സെർവൻ്റ് ഉണ്ടായിരുന്നല്ലോ. ബബിത പറഞ്ഞു. സെർവൻ്റ് ഇല്ലാത്ത ദിവസങ്ങളുണ്ടായിരുന്നല്ലോ. അസുഖം എന്ന് പറഞ്ഞപ്പോൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് എത്രയോ ദിവസം അവർ വരാതിരുന്നിട്ടുണ്ട്. അന്നൊക്കെ ഒരെണ്ണത്തിനെ പോലും ഈ പരിസരത്തേക്ക് പോലും കണ്ടിട്ടില്ലല്ലോ. അന്ന് ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു അമ്മേ. അമ്മ ഞങ്ങളെ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ. കൃഷ്ണമോള് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എവിടെ നിന്നാ പഠിച്ചത്? വൈജയന്തിയുടെ ശബ്ദം വീണ്ടും അങ്ങ് കടുത്തു. അലീന ചേച്ചിയെ ഞങ്ങൾ ഇതെല്ലാം തന്നെ കാണിച്ചു തന്നതും പറഞ്ഞു തന്നതും പഠിപ്പിച്ചു തന്നതും. കൃഷ്ണമോൾ വീണ്ടും അലീനയുടെ പേര് പറഞ്ഞു. വൈജയന്തി അങ്ങ് പൊട്ടിത്തെറിച്ചു. അവളുടെ പേര് പറയരുത്, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടല്ലേ. നീ അത് മറന്നോ? സോറി എന്ന് കൃഷ്ണമോള് പറഞ്ഞു. കാൽക്കൂട്ടത്തെ അനാഥാലയത്തിൽ നിന്നും അച്ഛനും അമ്മയും മനുവേട്ടനും കൂടി ഒരു അനാഥ പെണ്ണിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നില്ലേ? ആ പെണ്ണ് പഠിപ്പിച്ചതാ ഞങ്ങളെ ഇതൊക്കെയെന്ന് കൃഷ്ണമോള് വീണ്ടും വൈജയന്തിയെ കുത്തി നോവിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. അവൾ പഠിപ്പിച്ചതൊക്കെ അവളുടെ വീട്ടിൽ പോയി ചെയ്താൽ മതി. വൈജയന്തി അലറി. ഇതല്ലേ ആ ചേച്ചിയുടെ വീട്? കൃഷ്ണമോള് ചോദിച്ചു. ഇതിനെങ്ങനെ അവളുടെ വീടാവുന്നത്? അച്ഛൻ അവളെ ദത്തെടുത്തിട്ടുണ്ടോ? അമ്മയല്ലേ അവളെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചത്. അച്ഛൻ ദത്തെടുത്തതല്ല, കൊത്തിയെടുത്തതാണ്. കൊത്തിയെടുത്തതോ? നാശം പിടിച്ചവൾ. ഈ വീട് മുഴുവൻ കുളം കലക്കിയിട്ടാ അവൾ ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. വൈജയന്തിയുടെ നിയന്ത്രണം വിട്ടു. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവൾ പഠിച്ചതൊന്നും ഈ വീട്ടിൽ വേണ്ട. അത് നല്ലതാണെങ്കിലും വേണ്ട, ചീത്തതാണെങ്കിലും വേണ്ട. ഇതെൻ്റെ വീടാണ്. എൻ്റെ മക്കളായ നിങ്ങൾ ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി. കണ്ട പിഴച്ചുകളെയൊക്കെ പഠിപ്പിച്ചിട്ട് പോയ ആ ഒരു ശീലമൊന്നും എൻ്റെ വീട്ടിൽ വേണ്ട. അമ്മയുടെ ഈ വാക്ക് കേട്ട് രോഹിത്തിന് സങ്കടവും ദേഷ്യവും വന്നു. എൻ്റെ അമ്മേ, ദൈവത്തെ ഓർത്ത് അമ്മ ഈ വീട്ടിൽ ഇനിയെങ്കിലും ഒന്നും വിഷം കലക്കല്ലേ. ഞങ്ങൾക്ക് ഒരുവിധം സഹകരിച്ചു സഹായിച്ചു സ്നേഹിച്ചു സമാധാനമായിട്ടങ്ങ് ജീവിക്കുവാണ്. ഇവിടെ നരകമുണ്ടാക്കരുത്. വൈജയന്തിയുടെ ഈഗോയും
ഈഗോ വീണ്ടും അങ്ങ് ഹാനികരപ്പെട്ടു. ഓ, അപ്പോൾ ഞാൻ വന്നതാണോ ഇവിടുത്തെ നരകം? ഞാനാണോ ഈ വീട്ടിൽ നരകം കൊണ്ടുവന്നത്? കൊണ്ടുവന്നതല്ലേ, കൊണ്ടുവരരുത് എന്നാ പറഞ്ഞത്. രോഹിത് തിരുത്തി. അതെ, ഞാനല്ല, അവളാണ് ഈ വീട് നരകമാക്കിയത്. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവൾ ഇവിടെ നിന്നങ്ങ് രക്ഷപ്പെട്ടു, ലക്ഷക്കണക്കിന് രൂപയും മുതലും കൊണ്ട്. വൈജയന്തി അലീനെ വീണ്ടും കുറ്റപ്പെടുത്തി. ഇതൊക്കെ കേട്ടു നിന്നപ്പോൾ ബബിതക്ക് അങ്ങ് ദേഷ്യം വരാണ്. അവൾ കയ്യിലിരുന്ന ആ ഒരു തവി അവിടെ അങ്ങ് വെച്ചു. അപ്പോൾ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന അമ്മ ഈ പറയുന്നത്? ഈ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതാണോ ഇത്ര വലിയ കുറ്റം? അതിന് ഞാനിവിടെ വേലക്കാരിയെ വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ജോലി പഠിക്കുക എന്നാണ്. വൈജയന്തി ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. അതെ, ഞങ്ങളുടെ ഇഷ്ടത്തിന് വായ്ക്ക് രുചിയായിട്ട് വല്ലതും ഉണ്ടാക്കി തിന്നാൻ അമ്മ സമ്മതിക്കില്ല അല്ലേ? വേലക്കാരി അവർക്ക് തോന്നിയ പോലെ ഉരുട്ടി അങ്ങ് തരുന്നത് കഴിച്ചുകൊണ്ട് ജീവിക്കണമല്ലേ? ബബിത ദേഷ്യത്തോട് ചോദിച്ചു. ഞാൻ പറയുന്നത് പോലെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇനിയും അങ്ങനെ തന്നെ മതി, വൈജയന്തി പറയാണ്. ബബിത തവിയെടുത്ത് വൈജയന്തിയുടെ കയ്യിലങ്ങ് കൊടുത്തു. എന്നാ പിന്നെ ദോഷിച്ചിട്ടോ? ഈ വീട് നശിപ്പിച്ചാലേ അമ്മ അടങ്ങത്തുള്ളൂ അല്ലേ? ഇത്രയും ചോദിച്ച് ബബിത ദേഷ്യത്തോടെ അവിടെ നിന്നും അങ്ങ് ഇറങ്ങിപ്പോയി. രോഹിത്തും കൃഷ്ണമോളും ഒന്നും മിണ്ടാതെ അങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. വൈജയന്തി ഇതൊട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അവരാകെ ഞെട്ടിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ പുതിയ ജോലിക്കാരിയായ സുനിത ഉറക്കമെഴുന്നേറ്റ് അങ്ങോട്ടേക്ക് വന്നു. അടുക്കളയിലേക്ക് വന്നു നോക്കി. വൈജയന്തി അപ്പം തന്നെ അവർക്ക് ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ തുടങ്ങി. വൃത്തിയാക്കി ഉണ്ടാക്കിയിട്ട് മാത്രം കാര്യമില്ല. എടുക്കുന്ന സാധനം എടുത്തെടുത്ത് തന്നെ വെക്കണം, നേരത്തെ ഇട്ടേക്കരുത്. വൈജയന്തി ഓർഡർ ഇട്ടു. സുനിത ഫ്രിഡ്ജിനകത്തേക്കൊന്ന് നോക്കി. ഫ്രിഡ്ജിനകത്ത് നോക്കിയിട്ട് ഇറച്ചിയോ മീനോ ഒന്നും തന്നെ കണ്ടില്ല. ആദ്യം ഞാൻ നാളെ തന്നെ അത് റെഡിയാക്കിക്കൊള്ളാം, അവൾ തുടർന്നു. പിന്നെ ചേച്ചി എന്ന വിളിയൊന്നും കേട്ട വൈജയന്തിൻ്റെ മുഖമങ്ങ് കറുത്തു. അവർക്ക് അതൊട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അതെ, ഒരു കാര്യം ചെയ്യണം, നീ അത്യാവശ്യമായിട്ടുള്ള ലിസ്റ്റ് മാത്രം എനിക്ക് തന്നു വിട്ടാൽ മതി. പിന്നെ ഈ ചേച്ചി എന്ന വിളിയൊന്നും ഇവിടെ വേണ്ട. ഒന്നുകിൽ മാഡം എന്ന് വിളിക്കണം, അല്ലെങ്കിൽ കൊച്ചമ്മ എന്ന് വിളിക്കണം. ഇതിൽ രണ്ട് ഏതെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി. പിന്നെ അല്ലെങ്കിൽ ആവശ്യമില്ലാത്തൊരു പ്രശ്നമുണ്ടാക്കും. സുനിത ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ നിന്നു. ബബിതയും കൃഷ്ണമോളും ഇതൊക്കെ കണ്ട് ദൂരെ എങ്ങനെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്കിതൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അവരുടെ മുഖത്ത് തന്നെ വ്യക്തമായിരുന്നു. സ്നേഹവും സമാധാനം നിറഞ്ഞ ആ ഒരു വീട്ടിലേക്ക് വീണ്ടും ഒരു പഴയ പ്രശ്നങ്ങളുടെ ഇരുൾ പടർന്നു തുടങ്ങിയിരുന്നു. അങ്ങനെ മഴതോരും മുൻപയിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡാട്ടോ. നാളത്തെ എപ്പിസോഡ് ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.